കാൽവരിമേലെ ബലിയായി തീരുവാൻ ക്രൂശും ചുമന്നു നടന്നവനേ, നിന്റെ പിന്നാലെ വരുന്നിതാ ഞങ്ങളും നിന്റെ മാതാവിൻ്റെ സഹയാത്രികർ. മാനവരാശിയെ വീണ്ടെടുക്കാനായി മന്നിതിൽ നിൻ സൂനു ജാതനായി. പുത്രനെ ഞങ്ങൾക്കായി യാഗമായി നൽകിയ ദൈവമേ, അങ്ങേക്കു നിത്യം സ്തുതി. ദൈവമേ, അങ്ങേക്കു നിത്യം സ്തുതി. പ്രാരംഭ പ്രാർത്ഥന. കാലത്തിൻ്റെ തികവിൽ സ്നേഹപിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മനുഷ്യരക്ഷ കരഗതമാക്കാൻ യേശുനാഥൻ ജെറുസലേം നഗരത്തിൽ പ്രവേശിക്കുന്നു. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യേശു പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്താ വരെ കുരിശും ചുമന്ന് നീങ്ങുന്നു. കാൽവരി യാത്ര ജീവത്യാഗത്തിലൂടെ യേശു പൂർത്തിയാക്കി. ഈ രക്ഷാകര ദൗത്യം നിറവേറ്റാൻ കാൽവരിയിലേക്ക് യാത്ര ചെയ്യുന്ന യേശുവിനെ പരിശുദ്ധ മറിയത്തോടൊപ്പം നമുക്കും പിന്തുടരാം. കാൽവരിയിലും പരിസരങ്ങളിലുമായി അരങ്ങേറിയ ഈ കുരിശിൻ്റെ വഴിയിൽ പരിഹാര പ്രദക്ഷിണം നടത്തുന്ന നമ്മുടെ മനസ്സിലും തെളിഞ്ഞു നിൽക്കേണ്ടത് പുണ്യജീവിതത്തിനാവശ്യമായ ശക്തിയും പ്രചോദനവും യേശുവിൽ നിന്ന് ആവാഹിച്ചെടുക്കണമെന്ന ചിന്തയായിരിക്കട്ടെ. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്തെന്നെ അനുഗമിക്കട്ടെ എന്ന യേശുവിൻ്റെ തിരുവചനം ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കുരിശിൻ്റെ വഴി നടത്താം. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. പാപക്കറത്തില്ലുമേശാത്തനാഥനെ പാതകിയെന്നു വിളിച്ചുവല്ലോ. കന്മഷമെന്തെന്നറിയാത്ത രാജനെ ക്രൂശിൽ തറച്ചിടാനായി വിധിച്ചു. നാഥന്റെ തോളിലെ ക്രൂശിൻ്റെ ഭാരമീ നീചനാമെൻ പാപഭാരമല്ലോ. മേലിലി പാപങ്ങൾ ചെയ്യാതിരിക്കുവാൻ ചേലിൽ നീയേകണേ നൽവരങ്ങൾ. ചേലിൽ നീയേകണേ നൽവരങ്ങൾ. ഒന്നാം സ്ഥലം. ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ദൈവപുത്രനും മനുഷ്യരക്ഷകനുമായ യേശുവിനെ പ്രധാന പുരോഹിതന്റെയും ഫരിസേയരുടെയും പിൻബലത്തോടെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിൻ്റെ മുന്നിൽ ഹാജരാക്കി. അവരുടെ വിചാരണയിൽ വധശിക്ഷ അർഹിക്കുന്ന യേശുവിനെ ഹെറോദേസിന്റെ അടുക്കലേക്ക് ആനയിച്ചു.
നിർദോഷിയായ ഒരു മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിൽ നിയമസാധുത വരുത്താൻ ഹെറോദേസ് യേശുവിനെ ഗവർണറായ പീലാത്തോസിന്റെ അടുക്കലേക്ക് അയച്ചു. അറവുശാലയിലേക്ക് നയിക്കപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ യേശുനാഥൻ പീലാത്തോസിന്റെ അടുക്കലേക്ക് ശാന്തനായി നടന്നു നീങ്ങി. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയെ കുറ്റക്കാരനായി വിധിക്കാൻ കാരണം ഞങ്ങളുടെ എണ്ണമറ്റ പാപങ്ങളാണല്ലോ. പീലാത്തോസിനെ പോലെ എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് അങ്ങയെ നിരാകരിച്ച എത്രയെത്ര സംഭവങ്ങൾ ഞങ്ങളിന്ന് വേദനയോടെ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. പാപങ്ങൾ വെറുത്ത് പുണ്യം വളർത്തി നന്മ ചെയ്ത് അങ്ങയെ മാത്രം സ്നേഹിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. ഭാരമേറുന്നൊരാ ക്രൂശും ചുമന്നു നീ പാതയിലൂടെ നടന്ന നേരം പാരിൻ്റെ നായകനാണെന്നിരിക്കിലും ആരാരുമില്ല സഹായിക്കുവാൻ. ഹോശാന പാടുവാൻ, ജയ് വിളിച്ചിടുവാൻ ഓടിയണഞ്ഞവർ ഇന്നെവിടെ? ആശ്വസിപ്പിക്കുവാൻ, ഒന്നു താങ്ങിടുവാൻ ആരാരുമില്ലല്ലോ നിന്റെ കൂടെ. ആരാരുമില്ലല്ലോ നിന്റെ കൂടെ. രണ്ടാം സ്ഥലം. ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ജീവാർപ്പണം ചെയ്ത് മനുഷ്യകുലത്തെ വീണ്ടെടുക്കാനുള്ള യേശുവിൻ്റെ പാപപരിഹാര ബലി ആരംഭിക്കുകയാണ്. കുരിശു വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് നീങ്ങിയ വിലാപയാത്ര ഇതാ ജെറുസലം തെരുവീഥിയിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. യേശുവിന് എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയോടെ ജനങ്ങൾ ഓടിക്കൂടുന്നു. ലോകാരംഭം മുതലുള്ള മനുഷ്യരുടെ പാപങ്ങളാണ് അവിടുത്തെ കുരിശിന് താങ്ങാനാവാത്ത ഭാരം നൽകിയത്. ലൗകികാഭിലാഷങ്ങളുടെ പിന്നാലെ ഒരു നിയന്ത്രണവുമില്ലാതെ സഞ്ചരിച്ച് അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുന്നതിൽ അതീവ ജാഗ്രത കാണിച്ച യേശുനാഥ, അങ്ങ് ഞങ്ങൾക്ക് ഒരു ഉത്തമ മാതൃകയാണ്. ഈ മാതൃക ആത്മാർത്ഥമായി അനുകരിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. ക്രൂശിൻ്റെ ഭാരം സഹിക്കുവാനാകാതെ കർത്താവ് മണ്ണിൽ കുഴഞ്ഞു വീണു. താങ്ങിത്തുണയ്ക്കുവാനാരുമില്ലാതെ താൻ
അന്ധനായി കേഴുന്നു ദൈവപുത്രൻ. യേശുവേ, നിന്നെ നിലത്തു വീഴിച്ചതൻ ഏറിയ പാപങ്ങൾ ഞാനറിവു. മേലിൽ ഞാൻ പാപങ്ങൾ ചെയ്യാതിരുന്നിടാം. മേവിടാം നിന്നുടെ ദാസനായി. മേവിടാം നിന്നുടെ ദാസനായി. മൂന്നാം സ്ഥലം. ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ നന്മ സ്വരൂപനായ യേശുനാഥന് തിന്മ നിറഞ്ഞ ലോകം ഒരു വലിയ മരക്കുരിശ് സമ്മാനിച്ചു. മനുഷ്യപാപത്തിൻ്റെ പ്രതീകമായിരുന്നു ആ കുരിശ്. നമ്മുടെ പാപങ്ങൾ കൊണ്ട് വാർത്തെടുത്തതാണ് ആ കുരിശ്. യേശുവിന് ചുമക്കാനാവാത്ത വിധം അത്രയ്ക്ക് ഭാരമുണ്ടതിന്. അവിടുത്തെ കുരിശിൻ്റെ ഭാരം വർദ്ധിപ്പിച്ചതും നിലത്ത് വീഴിച്ചതും നമ്മൾ ഓരോരുത്തരുമാണ്. യേശുനാഥ, അങ്ങയുടെ അനുയായികളെ ഞങ്ങൾ വേദനിപ്പിക്കുമ്പോൾ അങ്ങയെ തന്നെയാണ് വേദനിപ്പിക്കുന്നതെന്ന് ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്കത്തരം വീഴ്ചകളുണ്ടാകുമ്പോൾ അതിൽ നിന്നും മുക്തരാകാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരിൽ അങ്ങയെ ദർശിക്കാനും ഞങ്ങൾക്ക് വരവരുളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. ക്രൂശുമായി മുന്നോട്ടു നീങ്ങുന്ന നായകൻ കാണുന്നു വീതിയിൽ മാതാവിനെ. മാതാവും പുത്രനും കാണുന്ന നേരത്തെ മാലെത്രയാണെന്നു ചൊല്ലിടാമോ? രണ്ടാൾക്കുമുള്ളിൽ ഇരമ്പുന്നു തീക്കടൽ. കണ്ടിടുമാരും സഹിക്കുകയില്ല. കണ്ടകബാധ പോലിങ്ങനെ നീറിടാൻ ഉണ്ടായ കാരണം മർത്യപാപം. ഉണ്ടായ കാരണം മർത്യപാപം. നാലാം സ്ഥലം. ഈശോ മിശിഹ വഴിയിൽ തൻ്റെ മാതാവിനെ കണ്ടുമുട്ടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശും ചുമന്നുകൊണ്ടുള്ള ത്യാഗസമ്പൂർണമായ കാൽവരി യാത്രയിൽ ഇതാ ഹൃദയഭേദകമായൊരു കൂടിക്കാഴ്ച. ഒപ്പമുണ്ടായിരുന്ന പ്രിയ ശിഷ്യന്മാർ അവിടുത്തെ ഉപേക്ഷിച്ചു പോയി. തൻ്റെ വത്സല മകന്റെ ദാരുണമായ പീഡകൾക്ക് സാക്ഷ്യം വഹിക്കാൻ അമ്മ ഓടിയെത്തുന്നു. രക്തമൊലിപ്പിച്ച് കുരിശു ചുമന്ന് വേച്ചു നടന്നു നീങ്ങുന്ന തൻ്റെ ഓമൽ കുമാരൻ. അമ്മയും മകനും പരസ്പരം കണ്ട മാത്രയിൽ അവരുടെ നുറുങ്ങിയ ഹൃദയം ദുഃഖഭാരത്താൽ തകർന്നുപോയി. ഹൃദയം പിളർക്കുന്ന ആ രംഗം കണ്ടു നിൽക്കാൻ ആർക്കാണ് കഴിയുക? യേശുനാഥ, അങ്ങയുടെ വേദനയ്ക്ക് കാരണം ഞങ്ങളുടെ അനുദിന പാപങ്ങളാണ്. കാൽവരി യാത്രയിൽ
അങ്ങയെ ആശ്വസിപ്പിക്കുവാനെത്തിയ പരിശുദ്ധമ്മയെപ്പോലെ സഹോദരങ്ങളുടെ ദുഃഖവേളകളിൽ ആശ്വാസമായി ഓടിയെത്താൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. പാടത്തെ ജോലി കഴിഞ്ഞു വരുമ്പോഴാ പാതയോരത്തു പകച്ചു നിൽക്കേ ശീമോന്റെ തോളിലായി യേശുവിൻ ക്രൂശിനെ ക്രൂരഹൃദയർ ചേർത്തു വച്ചു. ശീമോനാഭാരം ചുമക്കയാലേശുവിൻ കാരുണ്യമുണ്ടാവാൻ ഭാഗ്യമായി. യാതനാവേളയിൽ താങ്ങി തുണയ്ക്കുവാൻ നാം ഒരു നാളും മടിച്ചുകൂടാ. നാം ഒരു നാളും മടിച്ചുകൂടാ. 5-ാം സ്ഥലം. ഈശോ മിശിഹായെ ശിമയോൻ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. താങ്ങാനാവാത്ത വിധം ഭാരമുള്ള കുരിശും ചുമന്ന് യേശു നടന്നു നീങ്ങുന്നു. യേശു കാൽവരിയിലെത്തും മുൻപ് മരിച്ചു പോയേക്കുമെന്ന് പടയാളികൾ കരുതി കാണും. യേശുവിനെ ജീവനോടെ കുരിശിൽ തറയ്ക്കണമെന്ന നിർബന്ധത്തോടെ വയലിൽ നിന്നും മടങ്ങി വരുന്ന ശിമയോനെ യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ അവർ നിർബന്ധിക്കുന്നു. ശിമയോൻ കുരിശ് ചുമന്നുകൊണ്ട് യേശുവിനെ സഹായിക്കുന്നു. കരുണാർദ്രനായ ക്രിസ്തുനാഥ, ഞങ്ങളുടെ സഹോദരരെ സഹായിക്കാൻ കഴിയുമായിരുന്ന എത്രയെത്ര അവസരങ്ങളാണ് ഞങ്ങൾ പാഴാക്കി കളഞ്ഞത്. യേശുവേ, സഹായം ആവശ്യമുള്ളവരിൽ അങ്ങയെ ദർശിക്കാനും അവരുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കാനും കരുണയോടെ പ്രവർത്തിക്കാനും ശിമയോനെ പോലെ നല്ല മനസ്സും കരുത്തും ഞങ്ങൾക്കും പ്രദാനം ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. വേർപ്പും നിണവും നിറഞ്ഞൊരാ തൂമുഖം വേറോനിക്ക തുടിക്കുന്ന നേരം യേശുവാ തൂവാലയെങ്കിൽ തിരുമുഖ ഛായ പതിക്കാൻ കനിഞ്ഞുവല്ലോ. അന്യന്റെ വേദന ഒപ്പിയെടുക്കുവാൻ നമ്മൾ തുനിയുന്ന നേരമെല്ലാം യേശുവിൻ തൂമുഖഛായ പതിഞ്ഞിടും ഹൃത്തടത്തിങ്കൽ എന്നോർത്തുകൊള്ളുക. ഹൃത്തടത്തിങ്കൽ എന്നോർത്തുകൊള്ളുക. 6-ാം സ്ഥലം. ഈശോ മിശിഹായുടെ തിരുമുഖം വേറോനിക്ക തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ,
ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശ് ചുമന്ന് നീങ്ങുന്ന യേശുനാഥനെ സമാശ്വസിപ്പിക്കുവാൻ സന്നദ്ധയായി വെറോനിക്ക മുന്നോട്ട് വരുന്നു. പട്ടാളക്കാരുടെ ഭീഷണിയും പീഡനവും വകവയ്ക്കാതെ ധീരോജ്വലമായ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ കടന്നു വന്ന അവൾ യേശുവിൻ്റെ തിരുമുഖം തൂവാല കൊണ്ട് തുടയ്ക്കുന്നു. ആ സ്നേഹം തിരിച്ചറിഞ്ഞ് അവിടുന്ന് തൻ്റെ തിരുമുഖഛായ ആ തൂവാലയിൽ പതിക്കുകയാണ്. വേദനിക്കുന്നവരോട് അനുകമ്പ കാണിച്ച യേശുനാഥ, വിശപ്പും ദാരിദ്ര്യവും രോഗവും ക്ലേശങ്ങളും അവഗണനയും ഏകാന്തതയും അനുഭവിച്ച് വിഷമിക്കുന്ന സഹജീവികൾക്ക് ആശ്വാസമേകാനും അവരോടൊപ്പമാകാനും ഞങ്ങൾക്ക് വരമേകണമേ. അങ്ങനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുഖഛായ പതിയാൻ ഇടയാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. രക്തം ചൊരിഞ്ഞേശു ക്ഷീണിതനായിതാ രണ്ടാമതും മണ്ണിൽ വീണിടുന്നു. വീണ്ടും എണീക്കുവാൻ വയ്യാതെ നാഥനെ വീഴ്ത്തിയതെന്നുടെ പാപമല്ലോ. പാപക്കുഴികളിൽ വീണാലും താഴാതെ വീണ്ടും എഴുന്നേറ്റു നീങ്ങിടുവാൻ സ്വർഗത്തിലേക്കുള്ള യാത്ര തുടർന്നിടാൻ സർവേശൻ തന്നെ സഹായിക്കണേ. സർവേശൻ തന്നെ സഹായിക്കണേ. ഏഴാം സ്ഥലം. ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശും ചുമന്നുള്ള കാൽവരി യാത്രയിൽ യേശു രണ്ടാമതും അവശനായി നിലത്ത് വീഴുന്നു. പടയാളികളുടെ അതിക്രൂരമായ പീഡനങ്ങളും മർദ്ദനങ്ങളുമേറ്റ് തളർന്ന അവിടുന്ന് കുഴഞ്ഞു വീഴുകയാണ്. അവിടുത്തെ എഴുന്നേൽപ്പിക്കാൻ പടയാളികൾ തുടർന്നും ചാട്ടവാറുകൊണ്ടടിക്കുന്നു. പിതാവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റാനായി കുരിശും വഹിച്ച് കാൽവരിയിലേക്ക് നീങ്ങുന്ന യേശു പരാതിയും പരിഭവവും കൂടാതെ ഇവയെല്ലാം സഹിക്കുകയാണ് മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി. നല്ലവനായ യേശുവേ, ബലഹീനനായ അങ്ങ് നിലത്ത് വീഴാൻ കാരണം ഞങ്ങളുടെ നിരവധിയായ പാപങ്ങളാണല്ലോ. ഞങ്ങൾക്കുണ്ടാകുന്ന ജീവിത ക്ലേശങ്ങളുടെ ഭാരത്താലും പ്രലോഭനങ്ങളുടെ വശീകരണത്താലും തളർന്നു വീഴുമ്പോഴൊക്കെ വീണ്ടും എഴുന്നേൽക്കാൻ ഞങ്ങൾക്ക് അങ്ങ് തന്നെ ശക്തി നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. യേശുവിൻ പീഡകൾ കണ്ടു സഹിക്കാതെ
കേഴുകയാണല്ലോ സ്ത്രീജനങ്ങൾ. കണ്ണീരൊഴുക്കലും തേങ്ങിക്കരച്ചിലും കാണുന്നു കേൾക്കുന്നു നാലുപാടും. കാരുണ്യരൂപനാം ശ്രീയേശുനായകൻ സാന്ത്വനവാക്കുകൾ ഓതിടുന്നു. എന്നെയോർത്തൊട്ടും കരയേണ്ട നിങ്ങൾ തൻ മക്കളെയോർത്തു കരഞ്ഞിടുവിൻ. മക്കളെയോർത്തു കരഞ്ഞിടുവിൻ. 8-ാം സ്ഥലം. ഈശോ മിശിഹ ജെറുസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ജെറുസലേം വീഥിയിൽ അസാധാരണമായുണ്ടായ ബഹളം കേട്ട് ഓടിയെത്തിയ സ്ത്രീജനങ്ങൾ തങ്ങൾക്ക് പരിചിതനായ യേശുനാഥനെ തികച്ചും ദയനീയമായ അവസ്ഥയിൽ കണ്ട് പൊട്ടിക്കരയുന്നു. തന്നോടുള്ള സഹതാപത്താൽ കരയുന്ന അവരെ കരുണാമയനായ യേശുനാഥൻ സ്വയം മറന്ന് അപ്പോഴും ആശ്വസിപ്പിക്കുകയാണ്. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. അവാച്യമായ ഈ വേദനയുടെ നിമിഷങ്ങളിലും സ്വന്തം ദുഃഖം വിസ്മരിച്ച് മറ്റുള്ളവരെ സമാശ്വസിപ്പിച്ച യേശുനാഥ, അങ്ങയെപ്പോലെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ ആശ്വാസം പകരാനും സ്വന്തം ദുഃഖങ്ങൾ മറന്ന് അവരെ ആശ്വസിപ്പിക്കാനും ഞങ്ങളെയും പ്രാപ്തരാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. മുന്നോട്ടു നീങ്ങുവാനാവാതെ രക്ഷകൻ മൂന്നാമതും വീണു മണ്ണിലായി. ക്രൂരഹൃദയരാദൈവ കുഞ്ഞാടിനെ ദുഷ്ടരായി പിന്നെയും മർദ്ദിക്കുന്നു. നമ്മുടെ ചെയ്തികൾ കാരണമിതിനെന്ന് ഓർത്തോർത്ത് പശ്ചാത്തപിക്കുക നാം. വീണ്ടും നാം ചെയ്യുന്ന പാപങ്ങൾ ഇങ്ങനെ വീഴിക്കും നാഥനെ എന്നറിവൂ. വീഴിക്കും നാഥനെ എന്നറിവൂ. 9-ാം സ്ഥലം. ഈശോ മിശിഹ 3-ാം പ്രാവശ്യം നിലത്ത് വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. യേശു ശാരീരികമായും മാനസികമായും പൂർണ്ണമായി തന്നെ തളർന്നു കഴിഞ്ഞു. കുരിശിന്റെ ഭാരവും പീഡകരുടെ മർദ്ദനവും മൂലം അവിടുന്ന് തളർന്ന് നിലത്ത് വീഴുകയാണ്. കുരിശിന്റെ അടിയിൽ നിന്ന് എഴുന്നേൽക്കാനാവാതെ വിഷമിച്ച അവിടുത്തെ വീണ്ടും വലിച്ചെഴുന്നേൽപ്പിച്ച് മുന്നോട്ട് നീങ്ങാൻ അവർ നിർബന്ധിക്കുകയാണ്. പാപവിമോചകനായ യേശുനാഥ, മാനുഷിക ബലഹീനതകളാൽ നിരന്തരം തഴക്കദോഷങ്ങളിൽ വീണുപോകുന്ന ഞങ്ങളെ
നിരാശപ്പെടാതെ പശ്ചാത്തപിച്ച് സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് തിരിയാനുള്ള വരം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. ദൈവകുമാരനെ മാതാവു ചാർത്തിച്ച വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞുമാറ്റി യേശുവിൻ പൂമേനി മൂടിയിരുന്നതാം മേലങ്കിക്കായവർ ചിട്ടിയിട്ടു. ദേഹത്തോടൊട്ടിയ വസ്ത്രങ്ങളൊന്നാകെ ക്രൂരഹൃദയർ ഉരിഞ്ഞുമാറ്റി. ചോരയൊലിക്കയാൽ ദേഹമൊരു പുതു ചെമ്പരത്തിപ്പൂ പോൽ ശോണമായി. ചെമ്പരത്തിപ്പൂ പോൽ ശോണമായി. 10-ാം സ്ഥലം. ഈശോ മിശിഹായുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശു യാത്ര കാൽവരി മലയുടെ ഉച്ചിയിലെത്തി. യേശുവിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അവിടത്തേക്ക് സ്വന്തമായുണ്ടായിരുന്ന ഉടുതുണി പോലും പടയാളികൾ ഉരിഞ്ഞുമാറ്റുന്നു. ശരീരത്തിലെ മുറിവുകളോട് ഒട്ടിച്ചേർന്നിരുന്ന വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടുന്ന് അനുഭവിച്ച വേദന ഊഹിക്കാൻ പോലും പ്രയാസം. ഒലിച്ചിറങ്ങിയ രക്തത്താൽ ശരീരത്തിലെ മുറിവുകളോട് ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ബലമായി ഉരിഞ്ഞെടുത്തപ്പോൾ വിവരിക്കാനാവാത്ത കഠിനവേദനകൾ സഹിച്ച യേശുനാഥ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി അങ്ങയെ ധരിച്ച് പുതിയ മനുഷ്യനായി ജീവിക്കാൻ ഞങ്ങൾക്കങ്ങ് വരം തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. ആശ്വാസമേകുവാൻ നീണ്ടൊരാ കൈകളിൽ ആണികളാണ്ടിറങ്ങുന്ന നേരം പ്രാണൻ പിടയുന്ന വേദനയാൽ നാഥൻ വാവിട്ടു കേഴുകയായിരുന്നു. ലോകരെ സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ച സൽഗുരു ക്രൂശിൻ്റെ മാറിലായി ഭൂമിക്കും ആകാശദേശത്തിനും മധ്യേ തൂങ്ങിക്കിടക്കുന്നു മൂന്നാണിയിൽ. തൂങ്ങിക്കിടക്കുന്നു മൂന്നാണിയിൽ. 11-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട യേശുവിനെ കുരിശിൽ കിടത്തി കൈകാലുകളിൽ പടയാളികൾ ആണിതറയ്ക്കുകയാണ്.
സഹിക്കാനാവാത്ത വേദനയാൽ അവിടുന്ന് വാവിട്ട് കരയുമ്പോഴും മറുത്തൊന്നും പറയാതെ ഉഗ്രമായ ആ വേദന സഹിക്കുകയാണ്. ആശീർവദിക്കാൻ ഉയർത്തിയ കരങ്ങളിലും നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച പാദങ്ങളിലും കാരിരുമ്പാണികൾ തുളച്ചു കയറിയപ്പോൾ ദുസ്സഹമായ വേദനകൾ അനുഭവിച്ച കർത്താവേ, ആത്മീയവും ഭൗതികവുമായ നൊമ്പരങ്ങൾ സഹിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് ശക്തി പകരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. ക്രൂശിൽ കിടക്കുന്ന നാഥനു പിന്നെയും കൂടുതൽ വേദനയേകുവാനായി പാതകിമാരായ രണ്ടു കള്ളന്മാരെ ക്രൂശിച്ചു കൊല്ലുവാൻ കൊണ്ടുവന്നു. സൂര്യൻ മറഞ്ഞു പോയി, പെട്ടെന്നിരുട്ടായി, ഭൂതലമാകെ കുലുങ്ങിപ്പോയി. ദൈവപിതാവിൻ്റെ കൈകളിൽ പ്രാണനെ ഏൽപ്പിച്ച യേശു കൃതാർത്ഥനായി. ഏൽപ്പിച്ച യേശു കൃതാർത്ഥനായി. 12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. രണ്ട് കള്ളന്മാരുടെ മധ്യേ അപമാനകരമാം വിധം യേശുവിനെ ക്രൂശിക്കുകയാണ്. നീണ്ട മണിക്കൂറുകൾ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോഴും അവിടുന്ന് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണമേ. അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നുറക്കെ നിലവിളിച്ചുകൊണ്ട് അവിടുന്ന് പ്രാണൻ വെടിഞ്ഞു. പശ്ചാത്തപിച്ച കള്ളന് പോലും സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ട് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശം ഉദ്ഘോഷിച്ച് പിതാവിൻ്റെ തിരുഹിതത്തിന് സമ്പൂർണമായി കീഴ്വഴങ്ങി ജീവൻ ബലിദാനമായി നൽകിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ദൈവഹിതം പൂർത്തിയാക്കാൻ അനുഗ്രഹം നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. ൊരു ചെന്താമരപ്പൂവ് വെള്ളാമ്പൽ പൂവോടു ചേർന്ന പോലെ ചോരയിലാകവേ മുങ്ങും മൃതമേനി മാതാവിനംഗതലത്തിലാക്കി വ്യാകുലയായിടും മാതാവിൻ ഹൃത്തടം വാളുകൾ കീറി മുറിച്ചുവല്ലോ. പുൽക്കൂടു തൊട്ടുള്ള സംഭവമോരോന്നും പുൽകുകയായിടാമോർമകളെ, പുൽകുകയായിടാമോർമകളെ.
ആയിടാമോർമകളേ. 13-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിൽ തൂങ്ങി മനുഷ്യവംശത്തിനു വേണ്ടി ദാരുണമായ മരണം വരിച്ച യേശുവിൻ്റെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ഓമന മകൻ്റെ ചേതനയറ്റ ശരീരം മടിയിലേറ്റുവാങ്ങിയ അമ്മയുടെ ഹൃദയം വ്യാകുലവാളാൽ പിളർന്നുപോയ നിമിഷങ്ങൾ. കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന വേളയിൽ അങ്ങേ പരിശുദ്ധ അമ്മയെ മാനവവംശത്തിനും മാതാവായി തന്ന യേശുനാഥ, ഈ അമ്മയുടെ മധ്യസ്ഥത വഴി ദൈവഹിതം നിറവേറ്റാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. പിറ്റേന്നു ശാബതമായിടുമാകയാൽ പെട്ടെന്നു സംസ്കാരം ചെയ്തിടേണം. ആയതിനാലൊരു കല്ലറയ്ക്കുള്ളിലാ ദിവ്യ ശരീരം കബറടക്കി. ജന്മമെടുക്കുവാൻ സ്വന്തമായി വീടില്ല, സംസ്കരിക്കാനുമോരിടമില്ല. ലോകത്തെ വീണ്ടെടുക്കാനായി സർവേശൻ ശൂന്യനായി തീരുകയായിരുന്നു. ശൂന്യനായി തീരുകയായിരുന്നു. 14-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. യേശുവിൻ്റെ സംസ്കാരം നടത്തിയത് അരിമത്തിയാക്കാരൻ ജോസഫിൻ്റെ വകയും അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു പുതിയ കല്ലറയിലാണ്. സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും പൂശി ശീലയിൽ പൊതിഞ്ഞ മൃതദേഹം കല്ലറയിൽ വെച്ച് പാറ കൊണ്ടടച്ച് മുദ്ര വെച്ചു. ജനിക്കാൻ പോലും ഒരിടം കിട്ടാതെ കാലിത്തൊഴുത്തിൽ അഭയം തേടേണ്ടി വരികയും മരണാനന്തരം അവരെൻ്റെ വകയായ കല്ലറയിൽ സംസ്കരിക്കപ്പെടാനിടയാവുകയും ചെയ്ത കർത്താവേ, ശൂന്യവൽക്കരണത്തിൻ്റെ ഉത്തമോദാഹരണമായിരുന്നു അങ്ങയുടെ ജനനവും സംസ്കാരവും. പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങി സ്വയം ശൂന്യനാക്കിയ കർത്താവേ, അങ്ങയെ അനുകരിച്ച് ധന്യരാകാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. യേശുവിൻ പീഡാസഹനത്തിൻ യാത്രയിൽ മാതാവോടൊത്തു നാം യാത്ര ചെയ്തു. 3-ാം നാൾ നാഥനുയർത്തതുപോൽ നമ്മൾ
പാപത്തിൽ നിന്നും ഉയിർപ്പു നേടും. ദൈവത്തിൻ മക്കളാം നമ്മൾ ഒടുവിലാ ദൈവത്തിൽ നിത്യമായി ചെന്നു ചേരാൻ. ദൈവപിതാവും തൻ ദിവ്യകുമാരനും പാവനാത്മാവും തുണച്ചിടട്ടെ. പാവനാത്മാവും തുണച്ചിടട്ടെ. സമാപന പ്രാർത്ഥന. കരുണാമയനായ പിതാവേ, കേവല മനുഷ്യരായ ഞങ്ങൾ നിത്യദൈവമായ അങ്ങയോട് ചെയ്തുപോയ നിരവധിയായ പാപങ്ങൾക്ക് മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ വഴി പരിഹാരം ചെയ്യണമെന്നത് രക്ഷാകര പദ്ധതിയുടെ ഭാഗമായ ദൈവനീതിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് അഗ്രാഹ്യമായ ആ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമാണ് യേശുനാഥന്റെ കാൽവരിയാഗം. മാനവരക്ഷാർത്ഥം അങ്ങേ തിരുക്കുമാരൻ അർപ്പിച്ച പ്രാണബലി അങ്ങ് സദയം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് സവിനയം അപേക്ഷിക്കുന്നു. കരുണയും കരുതലുമുള്ള ദൈവപിതാവേ, അങ്ങേ പ്രിയപുത്രൻ കാൽവരിയിൽ ചിന്തിയ തിരുരക്തം കൊണ്ട് മാനവ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ഞങ്ങളെ സംശുദ്ധരാക്കിയല്ലോ. യേശുനാഥനെയും പരിശുദ്ധ മറിയത്തെയും അനുയാത്ര ചെയ്ത് ഞങ്ങൾ നടത്തിയ കുരിശിൻ്റെ വഴിയും ഞങ്ങളുടെ പശ്ചാത്താപ വികാരങ്ങളും കൈക്കൊണ്ട് ഞങ്ങളെ നവസൃഷ്ടികളും നിത്യരക്ഷയുടെ ഓഹരിക്കാരുമാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, മരണാനന്തരം അങ്ങേ പ്രിയപുത്രന് നൽകിയ ഉദ്ധാന മഹത്വത്തിൽ എളിയദാസരായ ഞങ്ങളെയും നിത്യം പങ്കുകാരാക്കണമേ. ആമീൻ. ദൈവമേ, നീ ക്ഷമിക്ക, നിൻ ജനത്തോടു നാഥാ കോപത്താൽ നോക്കിയിടല്ലേ. എന്നെന്നും ഞങ്ങളെ നീ ദൈവമേ, നീ ക്ഷമിക്ക, നിൻ ജനത്തോടു നാഥാ കോപത്താൽ നോക്കിയിടല്ലേ. എന്നെന്നും ഞങ്ങളെ നീ ദൈവമേ, നീ ക്ഷമിക്ക, നിൻ ജനത്തോടു നാഥാ കോപത്താൽ നോക്കിയിടല്ലേ.